ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിനായി നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് അല്പം കൂടുതലായിരിക്കും. മാക്സിമം നമുക്ക് കേരള ഹിസ്റ്ററി ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം മറ്റൊരു ടോപ്പിക്സിലേക്കും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കും നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 2021 ചോദിച്ച ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്, മക്കളെ തെറ്റിക്കരുത്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട. അടുത്തൊരു ചോദ്യമാണ്, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണെന്നുള്ളത്. അതേതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പോൾ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 ചോദിച്ചു. വീണ്ടും ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. അതായത് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്ന് പറയുന്നത്. അത് 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അഞ്ചുതെങ്ങാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങാന്നുള്ളത് ഓർക്കുക. നമുക്ക് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ പഠിക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ ഇതിൻ്റെ പ്രധാന കാരണം? അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ. എന്തായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട്ടിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഉമയമ്മ റാണിയാണ്. ചോദിച്ച ചോദ്യമാണ്. വേണമെങ്കിൽ ഇനിയും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നമുക്ക് ചോദ്യം വരാം. അപ്പോൾ നോക്കിയേ, തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമയമ്മ റാണി അഥവാ ആറ്റിങ്ങൽ റാണിയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിന് ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് ഉമയമ്മ റാണി. അടുത്തത്, അഞ്ചുതെങ്ങ് കോട്ട പണിയിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? അത് ജോൺ ബ്രാബോണാണ്. ജോൺ ബ്രാബോണാണ് അഞ്ചുതെങ്ങ് കോട്ട പണിയെടുപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയത്. 1684 പണ്ടകശാല തുറക്കുന്നതിനും 1690 കോട്ട കെട്ടാനുമുള്ള അനുമതി നൽകി. എന്നാൽ കോട്ട പണി പൂർത്തിയാക്കിയ വർഷം എന്നാണെന്നും ചോദിച്ചിട്ടുണ്ട്. അത് 1695. അപ്പോൾ മക്കളെ നോക്കിയേ, 1684 പണ്ടകശാല തുറക്കുന്നതിനുള്ള പെർമിഷൻ വാങ്ങി 1690 കോട്ട പണി തുടങ്ങിയത്. എന്നാണ് കോട്ട പണി പൂർത്തിയാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1695. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേ, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, അതേപോലെ തന്നെ തലശ്ശേരി. ഓക്കെ, നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. 2023 പോലീസ് കോൺസ്റ്റബിൾ IRB ചോദിച്ച ചോദ്യമാണ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപമാണ് ഏതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറഞ്ഞു.
പറഞ്ഞു. എന്നാൽ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ചെറുത്തുനിൽപ്പ് കലാപം, അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അങ്ങനെ തന്നെ ചോദിച്ചു. ഏതാണ്? യെസ്, ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ശരിയാണ്. 1721 നടന്നത്. ശരിയാണ്. കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. അതേപോലെ തന്നെ എന്താണ്, മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏതാണ് ശരി എന്നുള്ളതാണ്, യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ അകത്ത് മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൻ്റെ അകത്ത് എന്തുള്ളൂ, യോജിക്കാത്തുള്ളൂ. ബാക്കി എല്ലാം എന്താണ്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ബാക്കി എല്ലാ പ്രസ്താവനകളും. നമുക്ക് നോക്കാം ആറ്റിങ്ങൽ കലാപം. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഇങ്ങനെ തന്നെ ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1721 ഏപ്രിൽ 15 നടന്നത്. പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അഴിമതി, അതേപോലെ തന്നെ എന്താണ്, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്, കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ആരാന്ന് ചോദിച്ചാൽ ഗിഫോർഡാന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അഴിമതി, അതേപോലെ തന്നെ കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടാണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് മരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഗീഫോർഡാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അതായത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ആദ്യത്തെ സംഘടിത കലാപമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടാണ്. കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡാണ്. കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. ഇനി കലാപ സമയത്തെ വേണാട് രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? ആദിത്യവർമ്മയാണ്. അപ്പോൾ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. കലാപത്തെ തുടർന്ന് പിടിച്ചെടുത്ത കോട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് കോട്ടയാണ്. അപ്പോൾ നോക്കിയേ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ബ്രിട്ടീഷുകാരുടെ അഴിമതിയാണ്. കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടാണ്. കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡായിരുന്നു. എവിടെ നിന്നുള്ള സൈന്യമാണ് അടിച്ചമർത്തിയതെന്ന് ചോദിച്ചാൽ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. കലാപസമയത്ത് വേണാട് രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദിത്യവർമ്മയാണ്. കലാപത്തെ തുടർന്ന് പിടിച്ചെടുത്ത കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി ഈ ഒരു സമയത്തുണ്ടായ ഒരു ഉടമ്പടി മക്കളെ ശ്രദ്ധിച്ചോ, വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി നടന്ന വർഷം എന്ന 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി നടന്ന വർഷം 1723. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒപ്പുവെച്ചവർ മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ അലക്സാണ്ടർ ഓമുമാണ്. നിലവിൽ ചോദിച്ചേക്കുന്നതാണ് ആറ്റിങ്ങൽ കലാപം ത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്നുള്ളത്. അത് വേണാട് ഉടമ്പടിയാന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. 1723 ഒപ്പുവെച്ചവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ്. പ്രത്യേകത, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടി. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്?
അഞ്ചുതെങ്ങ് കലാപമാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1721 ആറ്റിങ്ങൽ കലാപമാണെന്നുള്ളതും ഓർക്കുക. അപ്പോൾ രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റാണ്, തെറ്റിപ്പോവരുത്. ഒന്ന്, ആദ്യത്തെ കലാപം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നത് അഞ്ചുതെങ്ങ് കലാപം. ഇതിനെ ചെറുത്തുനിൽപ്പ് കലാപം എന്നും പറയുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആറ്റിങ്ങൽ കലാപം 1721 ഓർക്കുക. 2021 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിൻ്റെ 300-ാം വാർഷികം ആഘോഷിച്ചു. ഓക്കെ, അപ്പോൾ 300-ാം വാർഷികം ആഘോഷിച്ചത് 2021 ഏത് കലാപത്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപത്തിൻ്റെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്തത് പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ചാണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കി പറയാൻ പറ്റും, എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴശ്ശിരാജയാണ് കേരള സിംഹമെന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ആരാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടത്? പഴശ്ശിരാജ. വീര കേരള സിംഹമെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരത്തിൽ വിശേഷിപ്പിച്ചത് ആരെയാന്ന് ചോദിച്ചാൽ അതും ആരെ തന്നെയാണ് മക്കളെ? പഴശ്ശിരാജയാണ്. LDC 2023 21 ചോദിച്ച ചോദ്യമാണ്. അടുത്തത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, അതായത് മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അതേപോലെ തന്നെ എന്താണ് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് കേട്ടോ ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. അതേപോലെ തന്നെ ഒളിപ്പോർ പ്രഗത്ഭനായിരുന്നു, ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. നമുക്ക് നിഷ്പ്രയാസം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന, അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവന. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയായിരുന്നു പുരളിമല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ഏതെന്ന് പറയുന്നത് പുരളിമല. അപ്പോൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട മലയാണ് പുരളിമല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴശ്ശി വിപ്ലവം. അടുത്ത് നോക്കാം നമുക്ക്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്ന പേരുകളിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പഴശ്ശിരാജയാണ്. ഏതെന്ന്? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജ. ഇനി പഴശ്ശിരാജയുടെ പ്രധാന വസ്തുതകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പോൾ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ. അപ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ്. ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണമെന്ന് പറയുന്നത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണമെന്ന് പറയുന്നത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് തന്നെയാണ്. അതേപോലെ തന്നെ വയനാടിനുമേലുള്ള അവകാശവാദം ഉന്നയിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചതാണ്. പഴശ്ശി വിപ്ലവം താഴെ പറയുന്നവയിൽ ഏത് മലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുരളിമലയുമായി ബന്ധപ്പെട്ടതാണ് പഴശ്ശി വിപ്ലവം. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണെന്ന് ചോദിച്ചാൽ അത് പുരളിമല. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ തലശ്ശേരി താലൂക്കിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പുരളിമല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. പുരളി ശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആരാ? പഴശ്ശിരാജയാണ് പുരളി ശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. അപ്പോൾ പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിശ്ചന്ദ്ര പെരുമാൾ. അപ്പോൾ പുരളി ശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാ? പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ KM പണിക്കർ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കേരള സിംഹം പഴശ്ശിരാജയാണെന്നുള്ളത് നമുക്കറിയാം. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയാണെന്നും നമുക്കറിയാം. എന്നാൽ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? സർദാർ KM പണിക്കരാന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക.
ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൈച്ചി രാജ എന്നും അതേപോലെ തന്നെ കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ പഴശ്ശിരാജയാണ്. അപ്പോൾ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിലാണ്. ഓക്കെ, അടുത്തത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ കേരള സിംഹം. ഇത് രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CV രാമൻ പിള്ളയാണ്. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് CV രാമൻ പിള്ളയാണ്. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയുള്ള നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CV രാമൻ പിള്ള. ഓക്കെ, അപ്പോൾ ഇത് രചിച്ചതാരാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയുള്ള നോവലാണ് കേരള സിംഹം. രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? സർദാർ KM പണിക്കരാണ് ഇത് രചിച്ചത്. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയുള്ള നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MT വാസുദേവൻ നായരുടെയാണ്. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ MT വാസുദേവൻ നായർ. ഇനി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിഹരനാണ്. ആ സമയത്തൊക്കെ PSC ചോദിക്കാറുണ്ട് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയായിരുന്നു വീരകേരള മഹാകാവ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തോ, കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയായിരുന്നു വീരകേരള മഹാകാവ്യം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. ഓക്കെ, അപ്പോൾ KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടക്കയം ഗോപിയാണ്. അപ്പോൾ പഴശ്ശിരാജ ചമയങ്ങളില്ലാത്ത എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുണ്ടക്കയം ഗോപിയാണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത്. പരാമർശിക്കുന്നത് കേരള സിംഹം എന്ന് പറയുന്ന നോവലിലാണ്. ഒന്ന് ശ്രദ്ധിച്ചു വച്ചോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കേരള സിംഹമാണ്. കേരള സിംഹം എന്ന് പറയുന്ന നോവൽ ആരാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന നോവൽ രചിച്ചത് സർദാർ KM പണിക്കർ. ഓക്കെ, ഇനി ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1797 10th പ്രിലിംസ് സ്റ്റേജ് 1 ഈ ചോദ്യം ചോദിച്ചു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പനി മുറ്റത്ത് പട്ടാളക്കാരെ നിയോഗിച്ചു. കുറുമ്പ്രനാട്ട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ പതനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്നു മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഓക്കെ, അപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ട് വീരവർമ്മയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട് വീരവർമ്മയ്ക്കാന്നുള്ളത് ഓർക്കുക. പഴശ്ശിയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളായിരുന്നു
നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, അതേപോലെ തന്നെ ഗോത്ര ജനത. അപ്പോൾ പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ 3 ശ്രദ്ധിച്ചോ. 1 നായർ സമുദായങ്ങൾ, 2 മാപ്പിളമാർ, 3 ഗോത്ര ജനത. 1-ാം പഴശ്ശിക്കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി. 1-ാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേന തലവന്മാരാണ് ലഫ്റ്റനന്റ് ഗോൾഡൻ, അതേപോലെ തന്നെ കേണൽ ഡോവ്, മേജർ കാമറോൺ എന്നുള്ളതും ഓർക്കുക. അപ്പോൾ 1-ാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവന്മാർ, മക്കളെ ശ്രദ്ധിക്കുക, ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോവ്, മേജർ കാമറോൺ എന്നിവരാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പെരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിരാജ ആക്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ കാമറോണിൻ്റെ സൈന്യത്തെയാണ്. 1-ാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിച്ചത് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി അന്ന് നിന്നത് ചിറക്കൽ രാജാവാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 1-ാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ കാരണമായ സമയത്ത് പഴശ്ശിരാജയുടെ ഇടനിലക്കാരനായിട്ട്, പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിറക്കൽ രാജാവ്. ഓക്കെ. അപ്പോൾ 1-ാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിറക്കൽ രാജാവാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ. അടുത്തത് 2-ാം പഴശ്ശി വിപ്ലവം. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഇവരെല്ലാവരും. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചരക്കണ്ടിയാന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഏറ്റവും വലിയ കറുവാത്തോട്ടം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ടത് എവിടത്തെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചരക്കണ്ടിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. പഴശ്ശിരാജാവും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടവും, ഒളിപ്പോർ യുദ്ധം, വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് പഴശ്ശിരാജ നടത്തിയ യുദ്ധമായിരുന്നു എന്തെന്ന് പറയുന്നത്? ഒളിപ്പോർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഒളിപ്പോർ യുദ്ധം, വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് പഴശ്ശിരാജ നടത്തിയ യുദ്ധ പോരാട്ടമാണ് ഒളിപ്പോർ യുദ്ധം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം, അതർവൈസ് നോൺ ആസ് ഗറില്ല യുദ്ധം നടത്തിയത് പഴശ്ശിരാജാവാണ്. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം അല്ലെങ്കിൽ ഗറില്ല യുദ്ധം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പഴശ്ശിരാജ. 2-ാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ് 2-ാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 2-ാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1800 മുതൽ 1805 വരെയാണ്. 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു ഏതെന്ന് പറയുന്നത്? 2-ാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 2-ാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ പറഞ്ഞേ 1800 മുതൽ 1805 വരെയാണ് 2-ാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഏത് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു? 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു എന്തെന്ന് പറയുന്നത്? 2-ാം പഴശ്ശി വിപ്ലവം. പ്രധാന സഹായികളായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചതാണ് ആരൊക്കെ? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, അദ്ദേഹമായിരുന്നു സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത്. അടുത്തത് എടച്ചേന കുങ്കൻ നായർ. അടുത്തത് തലക്കൽ ചന്തു, കുറിച്യർ നേതാവാണ് തലക്കൽ ചന്തു. അടുത്തത് അത്തൻ ഗുരുക്കൾ. ഓക്കെ. അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചേ. അതായത് നിലവിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാന സഹായികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, അദ്ദേഹമായിരുന്നു സർവ്വസൈന്യാധിപൻ. അടുത്തത് എടച്ചേന കുങ്കൻ നായർ, അടുത്തത് തലക്കൽ ചന്തു, അടുത്തത് അത്തൻ ഗുരുക്കൾ. കുറിച്യർ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമായിരുന്നു ആരെന്ന് പറയുന്നത്? കുറിച്യർ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കുറിച്യർ എന്ന് പറയുന്നത്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത്
ശങ്കരൻ നമ്പ്യാർ. അടുത്തത് പനമരം കോട്ട, ഇമ്പോർട്ടൻ്റ് ആണ്. എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം PSC ചോദിച്ചിട്ടുണ്ട് 1802. അപ്പോൾ പനമരം കോട്ട, എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1802. ഇനി പഴശ്ശിരാജയുടെ അന്ത്യം നമുക്ക് നോക്കാം. അതായത് 1805 നവംബർ 30 വയനാട്ടിലെ മാവിലം തോട്ടിൽ വെച്ചാണ് പഴശ്ശിരാജ അന്തരിക്കുന്നത്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജ മരണപ്പെട്ടത് 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത് 1805 നവംബർ 30. വയനാട്ടിലെ മാവിലം തോടിൽ വെച്ചാണ് പഴശ്ശി വിപ്ലവത്തെ അന്ന് അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കേണൽ ആർതർ വെല്ലസ്ലി ആയിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത് PSC ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഈ പറയുന്ന സ്ഥാപനവും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ളതും. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മാനന്തവാടിയാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടി. അടുത്ത് നോക്കിയേ, പഴശ്ശി ഡാം എവിടെയാ? കണ്ണൂരാണ്. അടുത്ത് നോക്കിയേ, പഴശ്ശി മ്യൂസിയം എവിടെയാ? കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം. അടുത്ത് നോക്കിയേ, പഴശ്ശി ഗുഹ എവിടെയാ? മലപ്പുറത്താണ് പഴശ്ശി ഗുഹ, മലപ്പുറം. പഴശ്ശി ഗുഹ എവിടെയാ? മലപ്പുറത്താണ്. അടുത്ത് നോക്കിയേ, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, വയനാട്. പഴശ്ശിരാജ NSS കോളേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മട്ടന്നൂർ, കണ്ണൂരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 6 എണ്ണവും ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് കൂടി മക്കളെ ഒന്ന് ഓർത്തു വെച്ചോ. ഒന്നുകൂടി പറയാം. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, വയനാട്, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ, കണ്ണൂർ. അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിച്യരും അതേപോലെ തന്നെ കുറുമ്പരുമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിച്യരും അതേപോലെ തന്നെ കുറുമ്പരുമാണ്. ഓക്കെ, കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആരാണെന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമനമ്പി. കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. ഓക്കെ, കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കുറിച്യർ കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1812 കുറിച്യർ കലാപം നടന്നത്. 1812 കുറിച്യർ കലാപം നടന്ന വർഷം 1812. നേതൃത്വം നൽകിയത് രാമനമ്പി അല്ലെങ്കിൽ രാമൻ മൂപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. പ്രത്യേകത, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുറിച്യർ കലാപമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ നടന്നത് വയനാട്ടിലാണ് കുറിച്യർ കലാപം. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോമസ് വാർഡൻ ആണ്. അപ്പോൾ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8 കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8. രാമനമ്പി കൊല്ലപ്പെട്ടത് 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യത്താലാണ് രാമനമ്പി കൊല്ലപ്പെട്ടത്. അപ്പോൾ രാമനമ്പി കൊല്ലപ്പെട്ടത് 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യത്താലാണ് രാമനമ്പി കൊല്ലപ്പെട്ടത്. പങ്കെടുത്ത മറ്റു വിഭാഗങ്ങളാണ് കുറിച്യരെ കൂടാതെ കുറുമ്പർ വിഭാഗവും ഈ കലാപത്തിൽ പങ്കെടുത്തു. അപ്പോൾ പങ്കെടുത്ത മറ്റ് വിഭാഗങ്ങളാണ് കുറിച്യരെ കൂടാതെ കുറുമ്പർ വിഭാഗവും ഈ കലാപത്തിൽ പങ്കെടുത്തു. പ്രസ്താവന നമുക്ക് നോക്കാം. അതായത് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TH ബേബർ ആണ്. ഓക്കെ, അപ്പോൾ 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TH ബേബർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രസ്താവന നിലവിൽ PSC ചോദിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഓക്കെ, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക്
കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് പറഞ്ഞത് TH ബേബറാണ്. ഓക്കെ. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കോഴിക്കോടാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ എവിടെയാണ്? കോഴിക്കോടാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. കേരള ചരിത്രത്തിലെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരി തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് പോകാം. ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് എനിക്കറിയാം, പക്ഷേ നമുക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണുള്ളൂ. അതുകൊണ്ടാണ് അടുത്തൊരു ടോപ്പിക് കൂടി നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. രാജ്യത്തെ കോവിലകം വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരം തിരിച്ചു. തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കണത് എന്താ? മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഇതിൻ്റെ അത് ഓപ്ഷൻ 3 നമ്മുടെ അടുത്ത് എന്തായിട്ട് വരുന്നത്? ഈ പറയുന്ന ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ച് ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പാട്ടം വെറും പാട്ടം ദാനം ദേവസം, ബ്രഹ്മസം ദേവസം ദാനം പണ്ടാരവക, സാമം ദാനം ഭേദം പാട്ടം എന്നിവയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് നിലവിലെന്ന് പറയുന്നത്? ഓപ്ഷൻ C ആണ്. അതായത് നിലവിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കറിയാം ഏതായിരിക്കും? ബ്രഹ്മസം ദേവസം ദാനം പണ്ടാരവക എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചിരുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസം ദേവസം ദാനം പണ്ടാരവക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഏതായിരുന്നു ആൻസർ വരുന്നത്? അതായത് രാജ്യത്തെ കോവിലകം വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. അടുത്തത് എന്താണ് നമ്മുടെ അടുത്ത് ചോദ്യം? താഴെ തന്നെ പ്രസ്താവന മാർത്താണ്ഡ മഹാരാജാവ് ബന്ധമില്ലാത്തത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 3ാമത്തെ പ്രസ്താവനയാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ ബന്ധമില്ലാത്ത. രാജ്യത്തെ കോവിലത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത്? ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ രാജാവാരാന്ന് ചോദിച്ചാൽ ആദ്യ ഇന്ത്യൻ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക് അതായത് ബജറ്റ് കൊണ്ടുവന്നു. പതിവ് കണക്ക് അല്ലെങ്കിൽ ബജറ്റ് കൊണ്ടുവന്നു. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി. തൃപ്പടിദാനം നടത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. അപ്പോൾ തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം എന്നിവ ആരംഭിച്ചു. അപ്പോൾ മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം എന്നിവ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നോക്കിയേ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്. പതിവ് കണക്ക് ബജറ്റ് കൊണ്ടുവന്നു. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി 1750 ജനുവരി 3. മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം എന്നിവ ആരംഭിച്ചു. ഓക്കെ.
ഇനി 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവായിരുന്നു വീരകേരള വർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാരാണെന്ന് ചോദിച്ചാൽ വീരകേരളവർമ്മയാണ്. തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിച്ചോ, മുളകുമടി ശീലക്കാര്യർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ മുളകുമടി ശീലക്കാര്യക്കാർ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് മുളകുമടി ശീലക്കാര്യക്കാർ എന്ന പേരിൽ. അപ്പോൾ മുളകുമടി ശീലക്കാർ എന്നെങ്കിലും ഓർത്തു വയ്ക്കുക. അങ്ങനെയും ചില ബുക്കുകളിൽ കിടക്കുന്നുണ്ട്. മുളകുമടി ശീലക്കാർ എന്നറിയപ്പെട്ടത് തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രിമാരാണ് മുളകുമടി ശീലക്കാർ. അടുത്തത് മതിലകം രേഖകൾ ഏത് നാടുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ. മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് മതിലകം രേഖകൾ. മതിലകം രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ. ഓക്കെ, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പള്ളിയാടി മല്ലൻ ശങ്കരൻ. തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക അല്ലെങ്കിൽ വിരുത്തി എന്നും അറിയപ്പെടുന്നു എന്നിങ്ങനെ 4ആയി തരംതിരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായി തരംതിരിച്ചിരുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായി തരംതിരിച്ചു. ഭരണഘടനയിൽ ഏറ്റവും താഴെയുണ്ടായിരുന്ന പ്രവർത്തിക്കാരായിരുന്നു ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ എത്ര മണ്ഡപത്തും വാതുക്കലായി തരംതിരിച്ചു? 20 മണ്ഡപത്തും വാതുക്കലായി തരംതിരിച്ചു. ഭരണഘടനയിൽ ഏറ്റവും താഴെയുണ്ടായിരുന്ന പ്രവർത്തിക്കാരാണ് ആരെന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഓക്കെ, ഇനി ശക്തൻ തമ്പുരാൻ. കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. അപ്പോൾ കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഏതൊക്കെ ഒന്ന് നോക്കുക. അതായത് ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: കോവിലത്തും വാതുക്കൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്തല്ല. ഓക്കെ, ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ, ഇനി നോക്കുക കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതേതാണ്? കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. എന്നാൽ 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണ്. ആരായിരുന്നു ആ ബ്രിട്ടീഷ് സൈനിക തലവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡിലനോയി. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടക്കിയ ഡച്ച് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് സൈന്യാധിപനാണ് ഡിലനോയി എന്ന് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിലനോയി ആണ്. സഹായിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത് ഡിലനോയി എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ട വിദേശി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഡിലനോയി ആണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതും അങ്ങനെ തന്നെയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ആരാണ്? ഡിലനോയി ആണ്. വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപൻ എന്ന് അറിയപ്പെട്ടു. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തക്കലക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. അപ്പോൾ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോ, മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ കീഴടങ്ങിയതാണ് കേട്ടോ ആരെന്ന് പറയുന്നത്? ഡച്ച് സൈന്യാധിപൻ. നമ്മളിവിടെ പറഞ്ഞു കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ. അവിടെ ഡിലനോയി ഇല്ല. ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത്? ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ട വിദേശിയാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ഡിലനോയി ആണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ തക്കലക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. ഓക്കെ, ഇനി നമുക്ക് ശക്തൻ തമ്പുരാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ശക്തൻ തമ്പുരാൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജരാമവർമ്മ 9 എന്നുള്ളതാണ്. ശക്തൻ തമ്പുരാൻ്റെ യഥാർത്ഥ നാമമാണ് രാജരാമവർമ്മ 9. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു. ഓക്കെ, അപ്പോൾ കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കാൻ അദ്ദേഹം താൽപ്പര്യം കാണിച്ചു. കൊച്ചിയിൽ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ചു. ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയ നടപ്പിലാക്കാൻ അദ്ദേഹം താൽപ്പര്യം കാണിച്ചു. കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിക്കുകയും ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത് ശക്തൻ തമ്പുരാനാണ്. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാൻ കൊച്ചിയിലും സ്വീകരിച്ചു. അപ്പോൾ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാൻ കൊച്ചിയിലും സ്വീകരിച്ചു. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുക്കുകയും 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിക്കുകയും ചെയ്തത് ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുക്കുകയും 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിക്കുകയും ചെയ്തത് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിൽ പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ഇത് കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ കൊച്ചിയിൽ പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചതാരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ശക്തൻ തമ്പുരാനാണ്. ഇത് കോവിലകത്തും വാതുക്കൽ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ കൊച്ചിയിൽ പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിക്കുകയും ഇത് കോവിലകത്തും വാതുക്കൽ എന്ന് അറിയപ്പെടുകയും ചെയ്തു എന്നുള്ളത് മക്കളെ മനസ്സിലാക്കുക. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലായിരുന്നു ഗ്രാമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. അപ്പോൾ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാരാണ്? ആൻസർ വേലുത്തമ്പി ദളവയാണ്. നാട്ടുകൂട്ടം ഇളക്കം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുമായി ചേരാത്ത പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. മാത്യു തരകനെ സംരക്ഷിച്ചു എന്നുള്ള പ്രസ്താവനയാണ് നിലവിൽ ഇതിൻ്റെ അകത്ത് ചേരാത്തത്. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, ശരിയാണ്. മെക്കാളയുമായി ശത്രുതയിലായിരുന്നില്ല സൈഫുദ്ദീൻ കിച്ചിലു. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതിൻ്റെ അകത്ത് എന്താണ്? നിലവിൽ മാത്യു തരകനെ സംരക്ഷിച്ചു എന്നാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, താഴെ പറയുന്നതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലുത്തമ്പി കലാപം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, അത് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? കേണൽ ലീഗറാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കേണൽ ലീഗറാണ്. നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാം. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പോൾ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് PSC ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥ പേര്
വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. വേലായുധൻ ചെമ്പകരാമൻ. തിരുവിതാംകൂറിൽ ദിവാനായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1802 തിരുവിതാംകൂറിൽ ദിവാനായത്. അപ്പോൾ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാ 1802. കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചതിനെതിരെ നടന്ന ലഹളയായിരുന്നു പട്ടാള ലഹള. പട്ടാള ലഹള നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1804 പട്ടാള ലഹള നടന്നത്. അപ്പോൾ തിരുവിതാംകൂർ പട്ടാള ലഹള നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1804 തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നത്. അപ്പോൾ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചതിനെതിരെ നടന്ന ലഹളയായിരുന്നു തിരുവിതാംകൂർ പട്ടാള ലഹള. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1804. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് പാലിയത്തച്ഛൻ. ഇദ്ദേഹം കൊച്ചിയിലെ പാലിയം കുടുംബാംഗമായിരുന്നു. ആരെന്ന് പറയുന്നത്? പാലിയത്ത് അച്ഛൻ എന്ന് പറയുന്നത്. അടുത്തത് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കുണ്ടറ വിളംബരം. നടന്ന വർഷം എന്നാണുള്ളത്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. ഓക്കെ, അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്ന വർഷം എന്ന് പറയുന്നത്. ഓക്കെ, വിളംബരം പുറപ്പെടുവിച്ചത് കുണ്ടറ വിളംബരം നമ്മൾ പറഞ്ഞു 1809 ജനുവരി 11. കൊല്ലവർഷം 984 മകരം 1 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ നോക്കിയേ, 1809 ജനുവരി 11, കൊല്ലവർഷം 984 മകരം 1. വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം. ബ്രിട്ടീഷ് പ്രസിഡന്റ് കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റ് കേണൽ മെക്കാളെ ആയിരുന്നു. അപ്പോൾ ആരായിരുന്നു ആ സമയത്ത് കുണ്ടറ വിളംബരം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ കേണൽ മെക്കാളെ. അപ്പോൾ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളെ ആയിരുന്നു. ലക്ഷ്യം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്ക് ബ്രിട്ടീഷ് അധിനിവേശത്തിനുമെതിരെ പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തതായിരുന്നു എന്തെന്ന് പറയുന്നത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കും ബ്രിട്ടീഷ് അധിനിവേശത്തിനുമെതിരെ പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത വിളംബരമായിരുന്നു കുണ്ടറ വിളംബരം. നടന്ന വർഷം 1809 ജനുവരി 11. അടുത്തത് കൊല്ലം യുദ്ധം. കുണ്ടറ വിളംബരത്തിന് ശേഷം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം എന്ന് പറയുന്നത്. കൊല്ലം യുദ്ധം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം യുദ്ധം നടന്ന വർഷം എന്നാണ്. കൊല്ലം യുദ്ധം കുണ്ടറ വിളംബരത്തിന് ശേഷമാണ് ഏത് നടത്തുന്നത്? കൊല്ലം യുദ്ധം നടക്കുന്നത്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1809 ജനുവരി 15 ഏത് നടക്കുന്നത്? കൊല്ലം യുദ്ധം. എന്നാൽ കുണ്ടറ വിളംബരമാണെങ്കിലോ 1809 ഓർത്തു വയ്ക്കുക. ഓക്കെ, പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ഓക്കെ, ചോദിച്ചതാണ് പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് മലബാർ സബ് കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. അപ്പോൾ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയത് ആർതർ വെല്ലസ്ലിയും പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോമസ് ഹാർവേ ബാബറാണ്. കുറിച്യർ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിഭായിയെക്കുറിച്ച് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാ? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് സ്റ്റേജ് 5 2023 ചോദിച്ച ചോദ്യമാണ് മക്കളെ. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി. ഓക്കെ, തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മിഭായി. അപ്പോൾ തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി.
തിരുവിതാംകൂറിലെ ആദ്യ റീജൻ്റാണ് റാണി ഗൗരി ലക്ഷ്മിഭായ്. ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹം ഭരിച്ചത് 40 വർഷമാണെന്നുള്ളതും മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എന്നാണ് ഭരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായ് 5 വർഷം. അപ്പോൾ രണ്ടും ഓർത്തു വച്ചോ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ 40 വർഷം. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരിച്ചത് 40 വർഷമാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കുറഞ്ഞ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ്. റാണി ഗൗരി ലക്ഷ്മിഭായ് 5 വർഷം. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം. തിരുവിതാംകൂറിലെ ജില്ലാ കോടതികൾ 1811, അപ്പീൽ കോടതി 1814 എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിനുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. അപ്പോൾ തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാം ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിഭായ്. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് മക്കളെ? യെസ്, ഗൗരി പാർവതിഭായ് ആണ്. അപ്പോൾ ഗൗരി പാർവതിഭായ്, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 2023 ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 3 2023 ഒക്കെ ചോദിച്ച ചോദ്യമാണ്. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗരി പാർവതിഭായ് ആണ് എന്നുള്ളത് ഓർക്കുക. കേരള ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരികളിൽ ഒരാളാണ് റാണി ഗൗരി പാർവതിഭായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് റാണി ഗൗരി പാർവതിഭായ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റ് ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർവതിഭായ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റാണ് റാണി ഗൗരി പാർവതിഭായ്. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി പാർവതിഭായ്. അപ്പോൾ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതിഭായ് വിളംബരം പുറപ്പെടുവിച്ചത് 1817 പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു. വെളിക്കായലിനെയും കഠിനകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് ഏതെന്ന് പറയുന്നത് പാർവതി പുത്തനാർ. അപ്പോൾ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ? ഗൗരി പാർവതിഭായ് ആണ് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത്. ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? വെളിക്കായലിനെയും കഠിനകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി. മക്കളെ ശ്രദ്ധിച്ചോ, സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതിഭായ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിഭായ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത് ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1834 തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്. 1836 ഇത് രാജാസ് ഫ്രീ സ്കൂളായി മാറുകയും 1866 രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റുകയും ചെയ്തു. 1866
ആയില്യം തിരുനാളിൻ്റെ പ്രധാന വസ്തുക്കൾ നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ആയില്യം തിരുനാളാണ്. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ കൃഷിക്കാരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. തിരുവിതാംകൂറിലെ കൃഷിക്കാരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് പണ്ടാരപ്പാട്ട വിളംബരം. നടന്ന വർഷം 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ കൃഷിക്കാരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസറി ഹിന്ദ് ബഹുമതി നേടിയ രാജാവാണ് ആയില്യം തിരുനാൾ. ഓക്കെ, അപ്പോൾ ഗാന്ധിജിക്ക് കൈസറി ഹിന്ദ് ബഹുമതി നൽകിയത് 1899 ബൂവർ യുദ്ധത്തെ തുടർന്നുണ്ടായ സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ടാണ് എന്ത് നൽകിയത്? കൈസറി ഹിന്ദ്. ഇവിടെ ആയില്യം തിരുനാളിന് നൽകിയത് തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നുമാണ് കൈസറി ഹിന്ദ് ബഹുമതി രാജാവിന് ലഭിച്ചത്. ആയില്യം തിരുനാളിൻ്റെ 1866 മഹാരാജ പട്ടം നൽകിയത് വിക്ടോറിയ രാജ്ഞിയാണ്. അപ്പോൾ ആയില്യം തിരുനാളിന് 1866 മഹാരാജ പട്ടവും നൽകി. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ടി മാധവറാവു. ടി മാധവറാവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവറാവു. ടി മാധവറാവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രിയാണ്. ടി മാധവറാവിനു ശേഷം ദിവാൻ പദവിയിലെത്തിയത് ശേഷയ്യ ശാസ്ത്രി. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ടി മാധവറാവു. ഓക്കെ, ഇനി കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12 കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് പണ്ടാരപ്പാട്ട വിളംബരം. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് മക്കളെ വുഡ്സ് ഡെസ്പാച്ചാണ്. 1854 വുഡ്സ് ഡെസ്പാച്ചാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാ കാർട്ട. ഇന്ത്യൻ ജനതയുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെട്ടത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്നാ കാർട്ട. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാഗ്നാ കാർട്ട ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് മാഗ്നാ കാർട്ട. മാഗ്നാ കാർട്ട ഒപ്പുവെച്ച രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ രാജാവാണ്. എന്നാണ് ഒപ്പുവെച്ച വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1215 ജൂൺ 15 മാഗ്നാ കാർട്ട ഒപ്പുവെച്ചത്. റണ്ണിമേട് മൈതാനത്തിൽ വച്ചാണ് മാഗ്നാ കാർട്ട ഒപ്പുവയ്ക്കുന്നത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ രാജാവാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആയില്യം തിരുനാൾ മഹാരാജാവ്. 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി. അപ്പോൾ 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി. കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി, മാനസിക രോഗ ആശുപത്രി, സെൻട്രൽ ജയിൽ, അതേപോലെ ആർട്സ് കോളേജ്, പുനലൂർ തൂക്കുപാലം, സെക്രട്ടേറിയറ്റ് മന്ദിരം എന്നിവ പണി കഴിപ്പിച്ചതും ആയില്യം തിരുനാൾ. ജന്മികുടിയാൻ വിളംബരം 1867 നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി. അപ്പോൾ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ? ആയില്യം തിരുനാളാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്യം തിരുനാളാണ്. പ്രധാന നിയമങ്ങളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന പ്രധാന നിയമങ്ങളാണ് പണ്ടാരപ്പാട്ട വിളംബരം 1865 തിരുവിതാംകൂർ, ജന്മികുടിയാൻ നിയമം 1867 അത് ഏതാണ്? കാണപ്പാട്ട വിളംബരം എന്ന പേരിലും അറിയപ്പെടുന്നു. ജന്മികുടിയാൻ നിയമം 1867 അതർവൈസ് നോൺ as കാണപ്പാട്ട വിളംബരം തിരുവിതാംകൂർ.
കണ്ടെഴുത്ത് വിളംബരം 1886 തിരുവിതാംകൂർ. കുടിയാൻ നിയമം 1915 1930 കൊച്ചിയാണ്. ഓക്കെ, അപ്പോൾ കുടിയാൻ നിയമം 1915 1930 കൊച്ചി. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ സർവകലാശാലയാണ്. 1937 സ്ഥാപിച്ച വർഷം തിരുവിതാംകൂർ സർവകലാശാല 1937. സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ചിത്ര തിരുനാളാണ്. ആദ്യ ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ശ്രീ ചിത്ര തിരുനാൾ. ആദ്യ പ്രോ ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേതു പാർവതിഭായി ആണ്. സേതു പാർവതിഭായി. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ച വർഷം 1937. സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാൾ. ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ. ആദ്യ പ്രോസ് ചാൻസലർ സേതു പാർവതി ഭായി ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആയില്യം തിരുനാളും മഹാരാജാവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചത് ഇത് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് അല്ല. ബാക്കിയെല്ലാം ശരിയാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു, ശരിയാണ്. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു, ശരിയാണ്. അതേപോലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു, അതും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീ മാർത്താണ്ഡവർമ്മ മുതൽ നമുക്ക് ചിത്ര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരെ കുറിച്ച് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ ക്ലാസ് മൊത്തമായി കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ബോർഡ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് 1 2 3 തവണ വായിക്കുക. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾ പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലോ വെച്ച് ഒച്ചയിൽ കേട്ടുകൊണ്ടിരുന്നാൽ മതി 2 3 തവണ. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാകുന്നതായിരിക്കും. അടുത്ത ദിവസം നമുക്ക് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും ബാക്കിയുള്ള ടോപ്പിക്സുകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും 2026 ഇനി വരാനിരിക്കുന്ന അതായത് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 40ഉം 43ഉം അതേപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 45ഉം ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒത്തിരി പേർക്ക് നിലവിലെ എക്സാമിന് വേണ്ടിയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പിള്ളേരാരെങ്കിലും നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ക്ലാസ്സും അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ അടുത്ത എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.